സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവെ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ഓർമ്മിക്കുക, വിശുദ്ധ എഫ്രൈം സഭാപിതാവിന്റെ ഓർമ്മദിനമാണിന്ന്. AD 306 മെസൊപ്പൊട്ടാമിയയിൽ ജനിച്ചു. 18-ാം വയസ്സിലാണ് മാമോദിസ സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഏദിസിൽ വെച്ച് അദ്ദേഹം ഡീക്കൻ പട്ടം സ്വീകരിച്ചു. പൗരോഹിത്യം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ എളിമ അനുവദിച്ചില്ല. അവിടെ വിശുദ്ധ ഗ്രന്ഥ വിദ്യാലയത്തിന് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പേരും പെരുമയുമുണ്ടായി. ദീർഘസമയം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. നിലത്തു കിടന്നാണ് ഉറങ്ങിയിരുന്നത്. ഒരിക്കൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടുവന്നവന്റെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം താഴെ വീണു. അദ്ദേഹം അവിടെ ഇരുന്ന് താഴെ വീണ ഭക്ഷണം കഴിച്ചു. വിശുദ്ധന്റെ ജീവിത മാതൃക അനേകരെ പാപജീവിതത്തിൽ നിന്നും അകറ്റി. AD 378 72-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി അദ്ദേഹം വിളിക്കപ്പെട്ടു. 1920 15-ാം ബെനഡിക്ട് പാപ്പ അദ്ദേഹത്തെ സഭാപിതാവായി ഉയർത്തി. തിരുസഭയിൽ അഭിഷിക്തരല്ലാത്ത 2 സഭാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ എഫ്രൈം. ഡീക്കൻ പട്ടം മാത്രം സ്വീകരിച്ചുകൊണ്ട് മറ്റെല്ലാ സ്ഥാനമാനങ്ങളും മാറ്റിവെച്ച് ഏറ്റവും എളിയ ജീവിതം നയിച്ച് വിശുദ്ധ പദവിയിലേക്കും സഭാപിതാവായും ഉയർത്തപ്പെട്ട ഒരു വ്യത്യസ്ത ജീവിതം നയിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് വിശുദ്ധ എഫ്രൈം. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പോലെ ചെറുതാകാൻ സാധിക്കുക എന്നത് പ്രയാസമായ ഒന്നാണ്. എന്നാൽ നമ്മുടെ മുൻപിൽ അദ്ദേഹം കാട്ടിത്തന്ന മാതൃക നമുക്കും നേടിയെടുക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പാപം പോക്കും പാവനഗാത്രം കൈക്കൊണ്ടിടാൻ നീട്ടിയ കൈകൾ കർത്താവേ നിൻ കാരുണ്യത്താൽ ബലവത്താക്കാൻ കനിവാവേണം. ബലിവേദികയിൽ സ്തുതിഗീതങ്ങൾ പാടിയ നാവുകൾ സ്വർലോകത്തിൽ നിത്യവും അങ്ങേ സ്തുതി പാടിടാൻ യോഗ്യത സദയം നൽകിയിടേണം. അലിവും കൃപയും ദർശിച്ചവയാം കണ്ണുകൾ നീയതും മഹനീയം ആഗമനത്തിൻ ദിവ്യപ്രഭയും ദർശിക്കട്ടെ. ഘോഷിപ്പാനായി കർത്താവേ നിൻ കാരുണ്യ
ശരണം ചെയ്തവയാകും കാലുകളെന്നും മഹിമയേഴും നിൻ ദിവ്യപ്രഭതൻ ദ്യോവിൽ നടക്കാൻ വരമരുളേണം. ജീവനിഴും നിൻ ദിവ്യശരീരം ഭക്ഷിച്ചവരാം ഞങ്ങളെ നാഥാ, നവജീവൻ നീ നൽകി നിതാന്തം നവമാക്കിയിടാം ദയ തോന്നണമേ. അഖിലേശാനിൻ ആരാധകരാം ഞങ്ങളിലങ്ങേ തുണയാം ദാനം അനുദിനമെന്നും വർദ്ധിതമാകാൻ ഇടയാക്കണമേ കനിവിൻ നാഥാ. കർത്താവേ, നിൻ വലുതാം സ്നേഹം ഞങ്ങളിലെന്നും നിവസിക്കട്ടെ. സ്തുതിയും നന്ദിയും അങ്ങേക്കേകാം. ധന്യത ഞങ്ങളിൽ ഉളവാകട്ടെ. ഞങ്ങളണയ്ക്കും യാചനകൾക്കായി വാതിൽ തുറക്കാൻ കനിവാകണമേ.